ഹലോ എവരി വൺ. ഇനി ഒളിമ്പ്യാഡ് എക്സാമിൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻസ് നമ്മൾ ഫുൾ ഓൺ പവറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. എക്സ്പ്രസ് ദ മിക്സഡ് റിക്കറിംഗ് ഡെസിമൽ 1.27 മുകളിൽ ബാർ ഉണ്ട് ഇൻ ദ ഫോം ഓഫ് P/Q എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേരള സിലബസിൽ പഠിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ NCERT ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒളിമ്പ്യാഡ് എക്സാമുകൾക്ക് ചോദിക്കാം. കാരണം NCERT സിലബസ് ആണ് ഒളിമ്പ്യാഡ് എക്സാമുകളൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ 1.27 മുകളിൽ ബാർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 1.27 എന്നുള്ള രീതിയിൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ടെർമിനേറ്റ് ചെയ്യാതെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് P/Q ഫോമിലാക്കാൻ പറ്റും. എങ്ങനെ നമ്മൾ ചെയ്യുക? ഈ നമ്പർ നമ്മൾ എക്സ് എന്ന് വിളിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ 1.27 ഇങ്ങനെ പോകുന്ന ആളാണ് അല്ലേ. ഇനി ഇവിടെ എത്ര ഡെസിമൽസ് കഴിയും അല്ലെങ്കിൽ എത്ര പേരാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2 ആളുകൾ വീതമാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സിനെ ഒരു 100x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എക്സിനെ 100x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് 2 പൊസിഷൻസ് ഇങ്ങോട്ട് മാറും. എന്ന് വെച്ചാൽ 127.27 എന്നുള്ള രീതിയായിട്ട് മാറും. ഇനി ഈ 2 ഇക്വേഷൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഈ 2 ഇക്വേഷൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. 100x നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി 90 എക്സ് ഉണ്ടായിരിക്കും. 127.27 ഉണ്ട്, താഴെ 1.27 ഇങ്ങനെ ഉണ്ട്. സോ ഇവിടെയുള്ള ഈ 27കളും ഇവിടെയുള്ള 27കളും ക്യാൻസൽ ആയി പോകും. ബാക്കി ആരുള്ളത് 127 - 1 126 എന്ന് വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു 126 ഡിവൈഡ് ബൈ 90 ആണെന്ന് വരും. ഓക്കെ, 126 ഡിവൈഡ് ബൈ 90 ആണെന്ന് വരും. സോ ഇയാൾ നമുക്ക് പല നമ്പേഴ്സ് വെച്ചിട്ടും കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ 3 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 12ൽ 4 ടൈംസ് ഉണ്ടാവും. സോ 42 എന്ന് വരും. 99ൽ 3 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 33 എന്ന് വരും. ഇനി ഇയാളെ വീണ്ടും നിങ്ങൾക്ക് 3 വെച്ച് കട്ട് ചെയ്യാം. 3 വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് 42 എത്ര 3 പോകും? 4ൽ 1 ടൈംസ് പോകും. 12ൽ 4 ടൈംസ് പോകും. സോ 14 എന്ന് വരും. ഡിവൈഡ് ബൈ 30ൽ എത്ര പ്രാവശ്യം 3 പോകും? 11 ടൈംസ് പോകും. സോ 14/11 എന്നുള്ള ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊസീജിയർ ഒരു പക്ഷേ ഇത് സ്കൂളിൽ പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ, നമ്മൾ വേറെ സിലബസിൽ പഠിക്കുന്നവർ ഇത് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിത് ടഫായിട്ട് തോന്നാം. പക്ഷേ NCERT-യിൽ വളരെ കൃത്യമായിട്ട് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നൊരു കോൺസെപ്റ്റാണിത്. കാരണം ഒളിമ്പ്യാഡ് എക്സാമുകൾക്ക് നാഷണലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള എല്ലായിടത്തും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന NCERT സിലബസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ NCERT സിലബസ് പഠിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നാഷണൽ ലെവലുള്ള കോമ്പറ്റീവ് എക്സാമുകൾ, ഇനി നിങ്ങൾ +1 പഠിക്കാൻ പോകുന്ന NCERT ആണ്, JEE NEET പോലെയുള്ള ഏതൊരു എൻട്രൻസ് എക്സാം നടത്തുന്നത് NCERT ബേസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് NCERT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ആളുകൾക്ക് അറിയാം, ഇത് ഓൾറെഡി നമ്മൾ ഇതുപോലത്തെ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഒരുപാട് കൺഫ്യൂഷൻസുള്ള ആളുകളുണ്ട്. സ്കൂളിൽ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. വെബ്സൈറ്റിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു പോർഷൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതിലൂടെ ഒന്ന് കടന്നു പോവുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്ന് മനസ്സിലാവും. ഓക്കെ, സംഭവം ഒന്നുമില്ല. ഇവിടെ ഉപയോഗിക്കുന്ന ഐഡിയ എത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഡെസിമൽ ശേഷമുള്ള ആളുകളെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇയാളെ 100x വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 100x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 27 ഇങ്ങോട്ട് കയറും. ബാക്കിയുള്ളൊക്കെ 27 അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള ആളുകളും ക്യാൻസൽ ആയി പോയിക്കോളും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. ബാക്കി ഇവിടെ 127ഉം 1 ഉണ്ടാവും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യിക്കോളും, അത് 126 ആയിട്ട് മാറിക്കോളും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. സോ ഇത് നിങ്ങൾക്ക് NCERT-യിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ടഫായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടെ റെഫർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മൾ എന്ത് ചെയ്യും, അത് മാത്രമായിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒളിമ്പ്യാഡ് എക്സാമിൽ എല്ലാ കാര്യങ്ങളും ഫ്രം സ്ക്രാച്ച് നമ്മൾ പഠിപ്പിക്കില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങളുടെ കാര്യങ്ങൾ പഠിക്കാൻ, അതിന് ബേസിക്സ് ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങൾ ടഫായിട്ടുള്ളവർക്ക് ബേസിക് മാത്ത് കോഴ്സ് ഉണ്ട്. അതൊക്കെ പഠിച്ച് ക്ലിയർ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒളിമ്പ്യാഡ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക് കാര്യങ്ങൾ സ്ക്രാച്ച് മുതൽ പഠിപ്പിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരിക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്